24 മണിക്കൂർ ഉപവാസവുമായി മാധ്യമത്തിന്റെ ആസ്ഥാനത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു സമരപ്പന്തൽ കെട്ടി ഇരിക്കേണ്ടി വന്നതിൻ്റെയും സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധങ്ങളായ നേതാക്കളും നമ്മുടെ തന്നെ സഹപ്രവർത്തകരുമൊക്കെ വിശദമായി സംസാരിച്ചതിൽ നിന്നും ഈ പൊതുസമൂഹത്തിന് ജീവനക്കാർക്കതിനകത്ത് യാതൊരുവിധ ആശങ്കകളും സംശയങ്ങളുമില്ല. പൊതുസമൂഹത്തിന് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. 5 മാസം പിന്നിട്ട ശമ്പള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ വിവിധങ്ങളായ ചർച്ചകളോടും സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചകളോട് പോലും മാനേജ്മെന്റ് മുഖം തിരിഞ്ഞു നിന്ന സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു ഉപവാസ സമരവുമായി ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ഈ സമരത്തിന്റെ യഥാർത്ഥത്തിൽ ഇന്നലെ വൈകിട്ട് മാനേജ്മെന്റിൻ്റെതായ ഒരു സർക്കുലർ ഇറങ്ങുകയുണ്ടായി. സമരത്തിൽ നിന്ന് വളരെ കടുത്ത വിട്ടുവീഴ്ച ചെയ്ത സാഹചര്യത്തിൽ മാനേജ്മെന്റ് കടുത്ത വിട്ടുവീഴ്ച ചെയ്ത സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് ജീവനക്കാർ പിന്തുണയണമെന്നാണ് ആ സർക്കുലറിൽ മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുന്നത്. 3 മാസം മുമ്പ് ഈ സമരത്തിന് മാധ്യമ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി തുടക്കമിടുമ്പോൾ മാധ്യമത്തിലെ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക 3 മാസമായിരുന്നു. ഇന്ന് ഈ ഉപവാസം ഇരിക്കുമ്പോൾ അത് 5 മാസമായി വർദ്ധിച്ചിരിക്കുകയാണ്. മാനേജ്മെന്റിന് വേണ്ടി CEO ഇറക്കിയ അറിയിപ്പിൽ അവകാശപ്പെടുന്നത് യൂണിയൻ മുന്നോട്ട് വെച്ച ഭയങ്കരമായ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവനക്കാർ സമരമുഖത്തേക്ക് വന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. അദ്ദേഹം പറയുന്ന ഉദാരമായ സമീപനം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി 17-ാം തീയതി നിലനിൽക്കുന്ന 5 മാസത്തെ ശമ്പള കുടിശ്ശിക അദ്ദേഹം പറയുന്ന ഏപ്രിൽ 20-നും 5 മാസത്തെ ശമ്പള കുടിശ്ശിക തന്നെയാണ്. 3 മാസത്തെ ശമ്പള കുടിശ്ശിക 5 മാസമാക്കി വർദ്ധിക്കാനും 5 മാസത്തെ ശമ്പള കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിർത്താനും ഏതെങ്കിലും തൊഴിലാളി സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ ഒരു സഹന സമരവുമായി ഇറങ്ങുമോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കാൻ മാത്രമുള്ള കാര്യമാണ്. ഇത് മാത്രമാണ് ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടത്. നേരത്തെ ഇവിടുത്തെ രാജിവെച്ച് പോകുന്നവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവനക്കാർക്ക് ബോധ്യമുള്ളതാണ്. ഇപ്പോൾ ഈ 24 മണിക്കൂറായി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളിലൂടെ ഈ നമ്മുടെ മാധ്യമത്തിൻ്റെ പരിസരത്തുള്ള ആളുകളും അത് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലൂടെ പൊതു സമൂഹത്തിന്റെ മുന്നിലേക്കും ഇതിന്റെ വസ്തുത ഏറെക്കുറെ എത്തിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലെ പ്രചരണം മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് തുടങ്ങിയ ഒരു പ്രചരണമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ആ തുടക്കത്തിൽ ഞങ്ങൾക്കൊരു വിഷമമുണ്ടായിരുന്നു. ജീവനക്കാരെ വളരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നത് സത്യമാണ്. പക്ഷേ അതൊരർത്ഥത്തിൽ പിന്നീട് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറി എന്നതാണ്. കാരണം പൊതുസമൂഹം ഈ സമരത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ കുപ്രചരണങ്ങൾക്കെതിരെ വന്ന ചില സത്യപ്രചരണങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ ഭീഷണികൾ. ഗ്രാറ്റുവിറ്റി കിട്ടിയേക്കില്ല, ശമ്പള കുടിശ്ശിക കിട്ടിയേക്കില്ല, ജനുവരി 31-ന് ശേഷം കാലം ആകെ മാറിയേക്കാം എന്നൊക്കെയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രിയങ്കരായ 138 സഹപ്രവർത്തകർ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. രാജിവെക്കുന്നതിന് മുമ്പ് ദിവസങ്ങളോളം ഉറക്കമില്ലാതെ അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വ്യക്തിപരമായി ബന്ധപ്പെട്ട നിരവധി സുഹൃത്തുക്കളുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾക്ക് പരിഹാരം തേടി മനഃശാസ്ത്ര വിദഗ്ധനെ തേടി കാണേണ്ടി വന്ന സഹപ്രവർത്തകർ അവരുടെ ഹൃദയഭേദകമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇതെല്ലാം വ്യക്തമാക്കുന്നത് എങ്ങനെയായാലും ജീവനക്കാരെ, തൊഴിലാളികളെ സ്ഥാപനത്തിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് ആധുനിക മാനേജ്മെന്റ് തന്ത്രങ്ങൾ എന്ന നിലയിൽ ചില ഉന്നതർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇത് കണക്കുകൂട്ടുന്നത്. ഒരർത്ഥത്തിൽ അതേസമയം തന്നെ പുകച്ച് പുറത്തു ചാടിക്കുക എന്ന് പറയുമ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന മറ്റൊരു പ്രയോഗം കൂടി ഉണ്ട്. അങ്ങനെ ഇല്ലം ചുടുന്നതിൻ്റെ പരിണതികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഞങ്ങൾ ഈ 11-ാം തീയതി നടന്ന ലേബർ കമ്മീഷനിൽ നടന്ന ചർച്ചയും
യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജനുവരി 28 നടന്ന സമര പ്രഖ്യാപന കൺവെൻഷനിൽ ഫെബ്രുവരി 16 24 മണിക്കൂർ ഉപവാസം തീരുമാനിച്ചതാണെങ്കിലും തുടർന്ന് നടന്ന വിവിധ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ചില ട്രേഡ് യൂണിയൻ നേതാക്കളടക്കം പരിഹാരത്തിന്റെ സാധ്യതകൾ കണ്ട സാഹചര്യത്തിൽ ഞങ്ങൾ ഈ സമരത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങാൻ അല്പം വൈകിപ്പോയിരുന്നു. ഫെബ്രുവരി 12 കഴിഞ്ഞിട്ടാണ് ഈ സമരത്തിലേക്ക് ഞങ്ങൾ സമര സന്നാഹങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ഇറങ്ങാൻ തീരുമാനിക്കുകയും ഇറങ്ങുകയും ചെയ്യുന്നു. സമരം തുടങ്ങുമ്പോൾ പോലും ഇതിന്റെ സംഘാടകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ വിജയത്തെക്കുറിച്ച്, സമരത്തിന്റെ ആത്യന്തിക വിജയമല്ല, സമരം എന്ന നിലയിലുള്ള വിജയത്തെക്കുറിച്ച് ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ആശങ്കകളെയും തൂത്തെറിഞ്ഞുകൊണ്ടുള്ള അസാധാരണമായ പ്രതികരണമാണ് ഈ രാജ്യത്തെ സമസ്ത മേഖലകളിലെയും തൊഴിലാളി സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കാരണം ഈ ഉപവാസ പന്തലിലേക്ക് അഭിവാദ്യ പ്രകടനവുമായി ഒരു ഡസനോളം ഐക്യദാർഢ്യ റാലികൾ എത്തി എന്ന് പറയുന്നത് ഈ ആസുരമായ കാലത്തും തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കേണ്ട അനിവാര്യതയ്ക്കൊപ്പം തൊഴിലാളിയാണെന്ന ബോധത്തോടെ തോൾ ചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയായാണ് ഈ ഐക്യദാർഢ്യ റാലിയെ ഞാൻ കാണുന്നത്. അങ്ങനെ ഐക്യദാർഢ്യവും, കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമ മേഖലയുമായി സാധാരണഗതിയിൽ നിരന്തരമായ ബന്ധം പുലർത്താത്ത തൊഴിൽ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ പോലും നമുക്ക് അഭിവാദ്യമായി എത്തി എന്നത് ആ തൊഴിലാളി വർഗത്തിന്റെ സാഹോദര്യത്തിന്റെ സൂചനയായാണ് ഞാൻ കാണുന്നത്. അത് ഈ എത്ര കിരാതമായ ലേബർ കോഡുകൾ വന്നാലും ഭാവിയിലേക്ക് നമുക്ക് പ്രതീക്ഷയുടെ പൊൻവെളിച്ചം കൊണ്ട് തൊഴിലാളി ഐക്യം ഏത് കിരാത നിയമത്തിന് മുമ്പിലും അടിപതറിപ്പോവില്ല എന്ന ഒരു ശുഭപ്രതീക്ഷ ആണ് നമുക്ക് നൽകുന്നത്. ആ ശുഭപ്രതീക്ഷയാണ് ഈ സമരം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവി സമരങ്ങൾക്ക് പ്രതീക്ഷയായി കാണുകയും ചെയ്യുന്നു. ഒപ്പം എനിക്ക് പറയാനുള്ളത്, 24 മണിക്കൂർ ഉപവാസത്തിന്റെ ഒരു പ്രതീകാത്മക പ്രതിനിധി മാത്രമായിരുന്നു ഞാൻ. മാധ്യമത്തിലെ നിരവധിയാർന്ന തൊഴിലാളികൾ ഇന്നലെ മുതൽ 24 മണിക്കൂർ എന്നോടൊപ്പം, അവർ പരസ്യമായി പറയാതെ തന്നെ ഭക്ഷണം ഉപേക്ഷിച്ച് അക്ഷരാർത്ഥത്തിൽ ഉപവാസവുമായി സമരപന്തലിൽ ഉണ്ടായിരുന്നു എന്നത് മാധ്യമത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ ഒരു സാഹോദര്യത്തിന്റെ കൂടി സൂചനയായി ഞാൻ കാണുന്നു. ആ സാഹോദര്യവും കെട്ടുറപ്പും നമ്മുടെ കൂടെ നിലനിൽക്കുന്നിടത്തോളം കാലം എത്ര കടുത്ത ഏകാധിപതികൾക്കും, എത്ര കടുത്ത സ്വേച്ഛാധിപതികൾക്കും, എത്ര കിരാതമായ ചട്ടങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നാലും നമ്മളെ അടിച്ചമർത്താൻ കഴിയില്ല. നമ്മുടെ അവകാശ പോരാട്ടങ്ങൾ, അവകാശ പോരാട്ടമല്ല, ജോലിയെടുത്ത കൂലിക്ക് വേണ്ടി 5-ാം മാസം കാത്തു നിൽക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയുടെ സഹന സമരത്തിന്റെ വിജയം ഈ ഐക്യത്തിന് മുമ്പിൽ ഒരുവിധ സംശയവുമില്ലാതെ ഉറപ്പായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ഏതാണ്ട് 2 ദിവസത്തിനകം നമ്മുടെ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ തുടക്കമാവുകയാണ്. നോമ്പിന്റെ സാഹചര്യത്തിൽ സമരത്തിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ സമരസമിതി ആലോചിച്ച് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയും നമ്മുടെ സംസ്ഥാന തലത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന സമിതിയുമായി കൂടി ആലോചിച്ച് ഈ സമര പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ടോ, അതിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ നമ്മുടെ ജനറൽ സെക്രട്ടറി അതേക്കുറിച്ച് വിശദീകരിക്കും. അങ്ങനെ ഭാവിയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന സമര പരിപാടികൾക്കും തീർച്ചയായും വിവിധ സമസ്ത തൊഴിലാളി വിഭാഗങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ പിന്തുണ ഉണ്ടാവും എന്ന തീർച്ചയാണ്. ആ പിന്തുണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമര ഭൂമിയിൽ അണിനിരുന്ന എല്ലാ സഹപ്രവർത്തകരെയും തൊഴിലാളികളെയും രാഷ്ട്രീയ തൊഴിലാളി സംഘടനാ നേതാക്കളെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. നന്ദി.